സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. വാളയാറിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നതായി സ്ഥിരീകരണം. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ ഇത് സംബന്ധിച്ച സൂചനകളുണ്ടെന്ന് തൃശൂർ റേഞ്ച് ഐ ജി MR അജിത് കുമാർ പറഞ്ഞു. മരിച്ച ശരണ്യ പലവട്ടം ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതായാണ് സൂചന. ബന്ധുവായ ഒരാൾ പെൺകുട്ടികളിൽ ഒരാളെ പീഡിപ്പിച്ചിരുന്നതായി പോലീസിന് നേരത്തെ മൊഴി നൽകിയിരുന്നുവെന്ന് അമ്മ ഭാഗ്യവതി പറഞ്ഞു. വാളയാറിൽ അട്ടമ്പള്ളത്ത് 1.5 മാസത്തെ ഇടവേളയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടികൾ 2 പേരും ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ടെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. മൂത്ത പെൺകുട്ടി ഋത്വികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച സൂചനകളുണ്ട്. രണ്ടാമത്തെ പെൺകുട്ടി ശരണ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് വ്യക്തമാണെന്നും IG MR അജിത് കുമാർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കുട്ടിയുടെ റിപ്പോർട്ട് അപ്പോൾ കിട്ടിയത് രണ്ടാമത്തെ കുട്ടിയെ സെക്ഷൽ അസോൾട്ടിന് സബ്ജക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യത്തെ കുട്ടിയുടെ PMC റിപ്പോർട്ടിലും ഇത്ര വിശദമായിട്ടല്ലെങ്കിലും ചെറുതായിട്ട് സെക്ഷൽ അസോൾട്ട് ഉള്ളതായിട്ടുള്ള റെഫറൻസാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ കൂടുതൽ ഡോക്ടർമാരായിട്ട് ചോദിച്ച് കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. പെൺകുട്ടികളിൽ ഒരാളെ ബന്ധുവായ ഒരാൾ പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നുവെന്ന് മാതാവ് ഭാഗ്യവതിയും പറഞ്ഞു. ഇത് സംബന്ധിച്ച് ബന്ധുവിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞു. കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തിട്ട് വിട്ടു എന്നാ പറഞ്ഞു. കേസിൽ നിലവിൽ 5 പേർ കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ ഭാഗ്യവതി മൊഴിയിൽ സൂചിപ്പിക്കുന്ന ബന്ധുവുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും പോലീസ് അന്വേഷണത്തിൽ തുടക്കം മുതൽ അവഗണിച്ച ചില വസ്തുതകളാണ് ഇന്ന് IG MR അജിത് കുമാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ വീടിന് മുമ്പിൽ നിന്ന് ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം SA അജിംസ്, മീഡിയ 1. വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിൽ 6 പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് സമീപത്തെ കടയിലുള്ളവരും പരിസരവാസികളുമാണ് പ്രതികൾ. 164 വകുപ്പ് പ്രകാരം പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. കുട്ടികൾ ക്രൂരപീഡനത്തിനിരയായി എന്ന് PK ശ്രീമതി MP കുട്ടികളെ സന്ദർശിച്ച ശേഷം പ്രതികരിച്ചു. 4-ാം തീയതിയാണ് ബലാത്സംഗം സംബന്ധിച്ച പരാതി പോലീസിന് ലഭിച്ചത്. പെൺകുട്ടികളുടെ മൊഴിപ്രകാരം 6 പേരെ അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തിരിച്ചറിയൽ പരേഡിനെ ബാധിക്കുമെന്നതിനാൽ ഇവരുടെ പേരുവിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പ്രതികളുടെ വിവരങ്ങളിൽ തൽക്കാലം ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് കഴിയുന്നതുവരെ ഉൾപ്പെടുത്താനാണ്. അതിനിടെ യത്തീംഖാനയിലെ കുട്ടികൾ ക്രൂരപീഡനത്തിനിരയായെന്ന് PK ശ്രീമതി MPയും പറഞ്ഞു. യത്തീംഖാനയിലെത്തി കുട്ടികളെ കണ്ട ശേഷമായിരുന്നു ശ്രീമതിയുടെ പ്രതികരണം. അവരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ഇവരുടെ ഫോട്ടോ, പലവിധത്തിലുള്ള ഫോട്ടോയും വീഡിയോയും എടുത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. സംഭവത്തിൽ മാനേജ്മെന്റിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് യത്തീംഖാനയുടെ വിശദീകരണം. സംഭവം അറിഞ്ഞയുടൻ തന്നെ പോലീസിൽ പരാതി നൽകി. കടയിൽ നിന്ന് കുട്ടി ഇറങ്ങി വരുന്നത് കണ്ട സെക്യൂരിറ്റി ജീവനക്കാരൻ മാനേജ്മെന്റിനെ ഇക്കാര്യം അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള അതിക്രമത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന സ്ഥാപനം എന്ന അർത്ഥത്തിൽ ഇതിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും കമ്മിറ്റി തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇതിനിടെ BJPയുടെ നേതൃത്വത്തിൽ യത്തീംഖാനയ്ക്ക് സമീപത്തെ കടയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷമുണ്ടാക്കി. മീഡിയ 1, വയനാട്. സ്ത്രീക്ക് ജീവിക്കാൻ പറ്റാത്ത നാടായോ കേരളം? സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. MC ജോസഫൈൻ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും ചർച്ചയിൽ ചേരുന്നു. അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം, K വേണുഗോപാൽ, റിട്ടയർഡ് DYSP ക്രൈംബ്രാഞ്ച്, അദ്ദേഹവും ചർച്ചയിൽ ചേരുന്നു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദുമുണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ. ആദ്യം MC ജോസഫൈൻ, ഇവിടെ ഭരിക്കുന്നത് ഏത് സർക്കാർ എന്നത് മാറ്റി നിർത്തിയാൽ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റാത്ത, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത നാടായി കേരളം മാറിയോ? തിരിച്ചുവരാം. ശബ്ദത്തിൽ ചെറിയ തകരാറുണ്ട്. തിരിച്ചുവരാം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇതേ ചോദ്യം, സ്ത്രീക്ക് ജീവിക്കാൻ പറ്റാത്ത നാടായി കേരളം മാറിയോ? ഇല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഭരിക്കുന്നത് ഏത് പാർട്ടിയാണ് എന്ന് നോക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിലപാടെടുക്കാൻ കഴിയില്ല. കുറച്ച് വെച്ച് ശബ്ദം. ഇതിനകത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ വരൾച്ചയേക്കാളും പട്ടിണിയേക്കാളും പൊതുജനങ്ങൾ ശക്തമായി നിലകൊള്ളേണ്ട ഒരു വിഷയം ഈ ചൂഷണത്തിനെതിരെയാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഇവിടെ വൈദികർ, അതുപോലെ തന്നെ യത്തീംഖാനയുടെ
സൗണ്ട് ഭയങ്കര ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓർഫനേജുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, വാളയാറിൽ നടന്നിരിക്കുന്ന സംഭവം അടക്കം നോക്കുമ്പോൾ സത്യത്തിൽ നാളെ അന്താരാഷ്ട്ര വനിതാ ദിനമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരോ നേരത്തെ പറയുന്നത് കേട്ട പോലെ ഒരു ആശംസ അർപ്പിക്കാൻ പോലുമുള്ള മനസ്ഥിതി ഇല്ലാതെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് രാജ്യത്ത് നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല, ഇവിടെ വേണ്ടത്ര നിയമങ്ങളുണ്ട്. ശരിയായ രീതിയിൽ ഈ നിയമങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള സംവിധാനങ്ങളില്ല. ശരിയായ രീതിയിൽ ഇടപെടാൻ വനിതകളുമായി ബന്ധപ്പെട്ട വിവിധ സമിതികൾക്ക് കഴിയാതെ പോയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ചിലയിടങ്ങളിലെങ്കിലും ഇത് തമ്മിലുള്ള ഐക്യപ്പെടേണ്ട സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഏറ്റവും അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും മുന്നിൽ സാംസ്കാരികമായി സാക്ഷരതയുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സ്ത്രീകളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ കാര്യത്തിലും മികവ് പുലർത്തിയിരുന്ന ഒരു കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം രാജ്യത്തെ ഏറ്റവും പിന്നോട്ടുള്ള ഒരു സംസ്ഥാനമായി നമ്മളിന്ന് ലജ്ജിച്ച് തലതാഴ്ത്തിയിരിക്കുന്ന ഒരു അവസരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കളിലേക്ക് MC ജോസഫൻ, നമുക്ക് ആദ്യം വാളയാർ കേസ് എടുക്കാം. ഈ വാളയാർ കേസിൽ ആദ്യത്തെ പെൺകുട്ടി മരിക്കുന്നത് ജനുവരി 13-നാണ്. 51 ദിവസത്തിന് ശേഷം രണ്ടാമത്തെ പെൺകുട്ടി മരിക്കുമ്പോൾ മാത്രമാണ് ഈ കേസിന് ഗൗരവത്തോടെ സമീപിക്കാൻ പോലീസ് തയ്യാറാകുന്നത്. ആദ്യത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഇത് ലൈംഗിക ചൂഷണത്തിന് ഇരയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് ഗൗരവത്തിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല. പോലീസ് അന്ന് കാണിച്ച ആ അനാസ്ഥ രണ്ടാമത്തെ കുട്ടിയുടെ ജീവനെടുത്തു എന്ന് VS അച്യുതാനന്ദൻ വിമർശിക്കുമ്പോൾ അത് വസ്തുതയാണ് എന്ന് മനസ്സിലാക്കണ്ടേ? റൈറ്റ്, ഞാൻ അവരിലേക്ക് മടങ്ങിയെത്താം. ശ്രീ കെ വേണുഗോപാൽ, പോലീസിൻ്റെ അനാസ്ഥ ഈ ആദ്യത്തെ കേസിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു സൂചനയുണ്ടായിട്ടും അതിനെ പിന്തുടർന്ന് അന്വേഷണം നടത്തുന്നതിൽ പോലീസ് കാണിച്ച അനാസ്ഥ അത് പൊറുക്കാവുന്നതാണോ? പീഡന കേസിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആ കേസ് റിപ്പോർട്ടാകുന്നതിലുള്ള ഡിലേ. കേസ് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടിയോ എന്ന് സംഭവം നടന്നു കഴിഞ്ഞ് ദിവസങ്ങളോളം ആലോചിച്ചതിന് ശേഷം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. റിപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ ഡിലേ വന്നാൽ പ്രധാനപ്പെട്ട എവിഡൻസ്, സയൻറ്റിഫിക് എവിഡൻസ് അവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് കേസ് റിപ്പോർട്ടാകുന്നത്. ഒരു കേസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത്, ഈ പീഡന കേസിലെ തെളിവെന്ന് പറയുന്നത് സയൻറ്റിഫിക് എവിഡൻസാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഐ വിറ്റ്നസ്സിന് മറ്റു കാര്യത്തിന് പ്രാധാന്യമില്ല. സയൻറ്റിഫിക് എവിഡൻസാണ് വലുത്. അത് നഷ്ടപ്പെടുന്ന രീതിയിലായി കഴിയുമ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 90% കേസുകളും കണ്ടുവരുന്നത് അങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടത് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അത് അന്വേഷിച്ചല്ല, അങ്ങനെയല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരു സംഭവം പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സംഭവം നടന്ന ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്താൽ ആ കേസിന് കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ 100% ശിക്ഷിക്കപ്പെടും. ഡിലേ വരാതെ നോക്കുക എന്നുള്ളതാണ് അതിൽ ഇരയായിട്ടുള്ളവരും ഇരയുടെ ബന്ധുക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ഡിലേ വരാതെ ആ സയൻറ്റിഫിക് എവിഡൻസ് നഷ്ടപ്പെടാത്ത രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നീട് രണ്ടാമത്തെ പറയുന്നത് ശ്രീ വേണുഗോപാൽ, ഇവിടെ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ സാമൂഹിക സാഹചര്യം കൂടി പരിഗണിക്കണം. അവർക്ക് ഇത്തരം സംഭവങ്ങളിൽ വളരെ പെട്ടെന്ന് പോലീസിനെ സമീപിക്കാനോ പോലീസിനോട് എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്നോ അറിവില്ലാത്ത, അല്ലെങ്കിൽ അത്രയും സാമൂഹികമായി മുന്നേറാത്ത ആളുകളാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കേസിലെ പ്രാഥമിക സാക്ഷിയുടെ മൊഴി പോലീസിൻ്റെ പക്കലുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല FIR ഇട്ടിരിക്കുന്നത്. FIRൽ മനോവിഷമം മൂലം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് തുടക്കത്തിൽ തന്നെ പോലീസ് എഴുതി വച്ചിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഇതൊരു ആത്മഹത്യയായി എഴുതിത്തള്ളാൻ പോലീസ് ഒരു തിടുക്കം കാണിച്ചു എന്ന് തോന്നുന്നു. ആ തിടുക്കം തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഉണ്ടായ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താതിരുന്നത്, ഇതൊക്കെ രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണത്തിലേക്ക്, ഒരുപക്ഷെ ഫോറൻസിക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിച്ചിട്ടില്ലേ? ആ ഒരു ആദ്യത്തെ കേസ് റിപ്പോർട്ടായി കഴിയുമ്പോൾ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ അത്രയും വിശദമായി അന്വേഷിക്കേണ്ടതായിരുന്നു. രണ്ടാമത് അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ നോക്കേണ്ടതായിരുന്നു. റൈറ്റ്, ഞാൻ മടങ്ങിയെത്താം. MC ജോസഫൈൻ, ഇവിടെ പോലീസിൻ്റെ അലംഭാവം, നമ്മൾ വാളയാർ കേസ് ആദ്യം എടുത്താൽ പോലീസിൻ്റെ അലംഭാവം ഈ കേസിൽ എത്രത്തോളമുണ്ട്? ഇത് പറഞ്ഞത് വസ്തുതകളാണെങ്കിൽ
തീർച്ചയായിട്ടും പിന്നെ തികഞ്ഞ അനാസ്ഥയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ പറയുന്ന പെൺകുട്ടികളുടെ ജീവിത സാഹചര്യം, അവരുടെ മാതാപിതാക്കളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അവർക്ക് അത്ര എളുപ്പത്തിൽ പോലീസിനെ സമീപിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവരെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ പോലീസ് പിന്നെ ആദ്യം ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കൂടി ജാഗ്രത കാണിച്ചുകൊണ്ട് ഈ രണ്ടാമത്തെ സംഭവം അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടവരാത്ത രീതിയിൽ പോലീസ് ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് വസ്തുതയാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള തെറ്റാണ്. അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് ഞാൻ പറയും. ജോസഫൻ, ഇവിടെ പോലീസ് FIR-ൽ മനോവിഷമം മൂലമുള്ള ആത്മഹത്യ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. FIR-ൻ്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിലുമുണ്ട്. അതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് മനോവിഷമം മൂലമുള്ള ആത്മഹത്യ എന്ന് തന്നെയാണ്. പ്രാഥമിക സാക്ഷിയായി ചേർത്തിരിക്കുന്നത് ഈ കുട്ടിയുടെ ഒരു ബന്ധുവിനെയാണ്. ആ ബന്ധു പക്ഷേ ഇതൊരു ആത്മഹത്യയാണെന്നോ ആത്മഹത്യയിലേക്ക് ഉള്ള സാഹചര്യമുണ്ടെന്നോ ഒന്നും ആ മൊഴിയിലില്ല. FIR ഇടുമ്പോൾ ആദ്യം പ്രാഥമിക സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വേണം FIR എന്നാണ് വ്യവസ്ഥ. അത് ലംഘിക്കപ്പെട്ടു. രണ്ടാമത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരമൊരു സൂചനയുണ്ടായിട്ട് അതിനെ തുടർന്ന് അന്വേഷിക്കാൻ പോലീസ് സന്നദ്ധമായില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ രണ്ടാമത്തെ സംഭവം ഉണ്ടായതിനു ശേഷം പോലും ഒന്നും സംഭവിക്കുന്നില്ല. അവർക്കെതിരെ ഒരു നടപടിയില്ല, അതിലൊരു അന്വേഷണമില്ല, അന്വേഷണം നടത്തും എന്ന് പോലും പ്രഖ്യാപിക്കുന്നില്ല. ആ അവസ്ഥയിലാണ് നമ്മുടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കെ എങ്ങനെയാണ് ഇത്തരം കേസുകളിലൊക്കെ കാര്യക്ഷമമായ അന്വേഷണം നടക്കും എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാവുക? പോലീസ് ഞങ്ങളുടെ സംരക്ഷകരാണ്, ഞങ്ങളുടെ സുരക്ഷയ്ക്കുണ്ടാകും എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാവുക? അത് ശരിയാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ശ്രദ്ധക്കുറവ്, അനാസ്ഥയും ഉണ്ടായാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ആശങ്കപ്പെടും. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടാകേണ്ടതായിരുന്നു, ജാഗ്രത വേണം. പക്ഷെ അത്തരത്തിൽ ജാഗ്രത കുറവ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തി അത്തരം പോലീസ് ഉദ്യോഗസ്ഥർമേൽ നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, ആദ്യത്തെ കുട്ടിയുടെ മരണം ജനുവരി 13-ന്, 51ാമത്തെ ദിവസമാണ് രണ്ടാമത്തെ കുട്ടി മരിക്കുന്നത്. വാളയാറിലേക്ക് ഇത്തരമൊരു സംഭവം വനിതാ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ അന്ന് പെട്ടിരുന്നോ എന്നറിയില്ല. വനിതാ കമ്മീഷൻ ഇത്തരം സംഭവങ്ങൾ അറിയാനുള്ള സംവിധാനമുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ ദിവസം വരെ വനിതാ കമ്മീഷൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പം പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കേരളത്തിൽ അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൺസേൺ പോലീസിനോട് ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന മറുപടികൾ ശരിക്കും നമ്മളെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. കാരണം നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മമായി ഇത്തരം അൺനാച്ചുറൽ ഡെത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഇപ്പോൾ വാളയാറിൽ സംഭവിച്ചത് എന്താ? ആദ്യത്തെ മരണത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായുള്ള ഒരു അന്വേഷണം നടന്നില്ല. പലപ്പോഴും കാണുന്നത് അൺനാച്ചുറൽ ഡെത്തിനെ കുറിച്ചുള്ള പരാതികൾ പോലീസിന് കൊടുത്തു കഴിഞ്ഞ് പോലീസൊന്നും എടുക്കാത്ത സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷനിലേക്കൊക്കെ എത്തുന്നത്. അപ്പോഴേക്കും പല തെളിവുകളും നഷ്ടപ്പെടും. പിന്നെ പലപ്പോഴും ഈ അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്ന ഫയലുകൾ ക്ലോസ് ചെയ്യാനുള്ള ഒരു ധൃതി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് നമ്മുടെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് പെൺകുട്ടികൾക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് അന്ന് പറയുകയുണ്ടായി, ഏത് കുഗ്രാമത്തിലും ഏത് അവസരത്തിലും ഏത് സമയത്തും ഒരു സ്ത്രീക്ക് നിർഭയം സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നുവോ അന്നേ നമ്മുടെ നാട് വികസിച്ചു എന്ന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് എന്തുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല? എൻ്റെ ചോദ്യം അതാണ്. അത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു 13 വയസ്സുകാരി അസ്വാഭാവികമായി മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ വിവരം വനിതാ കമ്മീഷന് അതാത് സമയത്ത് അറിയാൻ സംവിധാനമുണ്ടോ?
ഇല്ല, അതാത് സമയത്ത് ആരും പരാതിപ്പെടാതെ അതിനു വേണ്ടിയാണ് ജാഗ്രതാ സമിതി എന്നൊരു സംവിധാനത്തെ കേരള വനിതാ കമ്മീഷൻ സർക്കാരിലൂടെ നടപ്പിലാക്കി വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കും. കാരണം എവിടെയെങ്കിലും സംഭവിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും മുന്നോട്ട് വരണം. ഒന്നുകിൽ ആ അംഗങ്ങളിൽ ആരെങ്കിലും, അല്ലെങ്കിൽ അയൽപക്കത്ത് നിന്ന്. പലപ്പോഴും പല സംഭവങ്ങളും അയൽവാസികൾ പോലും വിവരം തരാൻ മുന്നോട്ട് വരുന്നില്ല. വിവരം കിട്ടിയാൽ തീർച്ചയായും നമുക്ക് വിവരം കിട്ടാൻ എപ്പോഴാണ്? മാസങ്ങൾ കഴിഞ്ഞ്, ചിലതൊക്കെ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ കമ്മീഷൻ മുമ്പാകെ പരാതി തന്നിട്ടുണ്ട്. എന്റെ മോള് സാഹചര്യത്തിലാണ് മരണപ്പെട്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. ഇത്ര വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു, അസ്വാഭാവിക മരണമാണ് എന്ന് സംശയിക്കുന്നു, അതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. ഇത്തരം വാർത്തകൾ ക്രോഡീകരിക്കാനോ അത് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താനോ ഇത്തരം സംവിധാനങ്ങളൊന്നും കമ്മീഷൻ ഇപ്പോൾ നിലവിലില്ല. തീർച്ചയായും വനിതാ കമ്മീഷൻ ഇത്തരം സന്ദർഭങ്ങളിൽ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ നല്ലൊരു ഡയറക്ടറെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കേരള വനിതാ കമ്മീഷൻ്റെ ആക്റ്റിൽ തന്നെ പറയുന്നത് IPS ഉദ്യോഗസ്ഥനെ ഡയറക്ടറായി നിയോഗിക്കണമെന്നാണ്. ഇപ്പോൾ എത്ര കാലമായി കേരള വനിതാ കമ്മീഷനെ ശക്തിപ്പെടുത്തുന്ന ഭാഗമായി ഒരു IPS ഉദ്യോഗസ്ഥനെ തന്നിട്ട്? ഞങ്ങൾ പല പ്രാവശ്യം എല്ലാ സർക്കാരുകളോടും ആവശ്യപ്പെടുന്നതാണ്. കമ്മീഷൻ രൂപീകൃതമായ കാലഘട്ടത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥനെ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം കേരള വനിതാ കമ്മീഷൻ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് റീജിയണൽ ഓഫീസില്ല. ഒരു ഡയറക്ടർ കീഴിലുള്ള ഒരു SIയും ഒരു CIയും 2 പോലീസ് ഉദ്യോഗസ്ഥര ഇൻവെസ്റ്റിഗേഷൻ ടീമായി വനിതാ കമ്മീഷന് ലഭിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ ആ ലോക്കൽ പോലീസുമായാണ് ബന്ധപ്പെടുന്നത്. ഇവിടെ വനിതാ കമ്മീഷൻ മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ ഒരു ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി ഉണ്ട്. ഈ വിവരം പത്രവാർത്തകളിലൂടെ അറിഞ്ഞാൽ സ്വാഭാവികമായും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവിടെ പോയി അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതാണ്. അത് നടന്നില്ല. വനിതാ കമ്മീഷന് വിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ. അവരിനി സന്ദർശിക്കുമെന്നും റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു പട്ടികജാതി കുടുംബമാണ്. പട്ടികജാതി കമ്മീഷനുണ്ട് സംസ്ഥാനത്ത്, അവർ ആ വഴിക്ക് പോയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, വലിയ മനുഷ്യാവകാശ ധ്വംസനം നടന്നിരിക്കുന്നു, ആ കമ്മീഷനും ആ വഴിക്ക് പോയിട്ടില്ല. ഇത്തരം വെള്ളാനകൾ മാത്രമായി മാറുകയാണോ നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ? അതുകൂടി കാരണമല്ലേ ഇത്തരം ഉപദ്രവങ്ങൾ വർദ്ധിക്കാൻ, ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിക്കാൻ, അല്ലെങ്കിൽ ആ വിവരങ്ങൾ പുറത്തറിയുന്നത് വൈകാൻ, കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നതിന് പ്രേരകമാകാൻ ഈ സംവിധാനങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല എന്ന് വരുന്നുണ്ടോ? രാജീവെ, ഞാൻ പറയട്ടെ, ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള ഒരു വ്യക്തി തന്നെയാണ് അഡ്വക്കേറ്റ് നൂർബിന റഷീദ്. വനിതാ കമ്മീഷന്റെ അംഗമാണെങ്കിൽ, അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായി രൂപം കൊടുത്തിട്ടുള്ള ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയുന്നതിനകത്തൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം പത്രവാർത്തകൾ കണ്ടുകൊണ്ട്, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്, വർഷങ്ങളായി ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ കണ്ടാൽ ഫോൺ വിളിച്ച്, ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന പാർട്ടി പ്രവർത്തകരെ വിളിച്ചു ചോദിക്കും, അതല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ചു ചോദിക്കും. അപ്പോൾ വനിതാ കമ്മീഷൻ അതിപ്പോൾ ഏത് ഗവൺമെന്റിന്റെ കാലത്ത് രൂപം കൊണ്ടെന്നുള്ളതോ ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ ഈ വിഷയത്തിൽ കണക്കാക്കുന്നില്ല. ഇതിനകത്ത് വനിതാ കമ്മീഷൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ വന്നിട്ടുണ്ട്. വനിതാ കമ്മീഷന് പോലീസ് ഇപ്പൊ എണ്ണക്കുറവിന്റെ കാര്യം ഇപ്പൊ പറയേണ്ട കാര്യമാണത്. ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ മരണമടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ന് കിട്ടും റിപ്പോർട്ട് വനിതാ കമ്മീഷന്? പത്രം വായിക്കുമ്പോൾ കാണുന്ന വാചകങ്ങൾ അനുസരിച്ച് അത് മനസ്സിലാക്കുമ്പോൾ വിളിച്ചന്വേഷിക്കാനുള്ള സംവിധാനം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചന്വേഷിക്കാൻ വനിതാ കമ്മീഷന് കഴിയില്ലേ? അപ്പൊ 2 കുഞ്ഞുങ്ങൾ ഒരു വീട്ടിലെ മരണമടഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളില്ലായിരുന്നു എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥമില്ല. അതുകൊണ്ട് വനിതാ കമ്മീഷൻ പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ള എന്റെ ശക്തമായ എതിർപ്പ് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടായത്? പോലീസ് എന്താ ചെയ്തത്? ഇപ്പൊ പ്രത്യേക സംഘത്തെ അന്വേഷിക്കാൻ വെച്ചിരിക്കുക. കേരളത്തിലെ കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഉണ്ടായിട്ടുള്ള ഇത്തരം സംഭവങ്ങളിൽ പ്രത്യേക അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ട് ഒന്ന് ജനത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഈ വനിതാ ദിനത്തിന്റെ തൊട്ട് തലേന്ന് എനിക്ക് പറയാനുള്ളത്. ഏത് പ്രത്യേക അന്വേഷണ കമ്മീഷൻ വെച്ചോ അത് യഥാർത്ഥത്തിൽ പ്രതികളെ കണ്ടുപിടിക്കാനോ മാതൃകാപരമായി ശിക്ഷിക്കാനോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. രാജഗുരു എന്ന് പറയുന്ന ഒരു അംഗനവാടിയിലെ ആയെ 2 മാസം തികഞ്ഞിട്ടില്ല, മൂന്നാറിൽ 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുട്ടികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയല്ലോ, അതിനും പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെച്ചല്ലോ. ഇത് ഗവൺമെന്റിന്റെ കുറ്റമാണ്, അല്ലെങ്കിൽ CPMന്റെ ഗവൺമെന്റിന്റേതാണ്,
കോൺഗ്രസിന്റെ ഗവൺമെന്റിൻ്റെതാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കല്ല ഞാൻ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് മറ്റ് അവസരങ്ങളിലാവാം. പക്ഷേ ഇപ്പൊ ഇവിടെ പ്രത്യേക അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് ആ കേസിൽ എന്തായ നിലപാട് അറിയാൻ ആഗ്രഹമില്ലേ? ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷനോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സംഭവങ്ങൾ, കൊട്ടിയൂർ വിഷയത്തിൽ, അതുപോലെ തന്നെ ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്ന യത്തീംഖാനയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് സർക്കാരിന്റെ സംവിധാനങ്ങൾ ഇരിക്കുന്നവർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല? ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടെടുക്കാൻ കഴിയാതിരുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം ഒന്ന് സ്വയം രാജിവെച്ച് പോകണം എന്നുള്ള ഒരു വിനീതമായ അഭിപ്രായം ഞാൻ ഒരു ചാനലിൽ കൂടി പറഞ്ഞതാ. നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്നിരിക്കില്ല, പക്ഷെ ന്യായം എന്ത്, നീതി തേടി ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ഥാനത്തിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? അത് പോലീസുകാരായാലും അവിടെ പാലക്കാട് ജില്ലയിലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ്. അതുപോലെ തന്നെ CWC, ഇപ്പൊ കേരളത്തിലെ എല്ലാ CWC നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിയാൻ കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുക. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞാനത് തീർത്തു പറയട്ടെ, ഏത് ഗവൺമെന്റ് മാറി മാറി വന്നാലും ശരി, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കമ്മിറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സമിതികളിലേക്ക് വെക്കരുത്. ഇപ്പോ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, അങ്ങനെയുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അത് സ്ത്രീ ആവട്ടെ പുരുഷനാകട്ടെ, സമൂഹത്തോട് ബാധ്യതയുള്ള, പ്രതിബദ്ധതയുള്ള, കുഞ്ഞുങ്ങളോട് പ്രതിബദ്ധതയുള്ള, സ്ത്രീകളോട് പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് പോലീസ് സേനയ്ക്ക് പുത്തൻ രൂപം കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ മടങ്ങിയെത്താം. MC ജോസഫാൻ, ഇവിടെ ശ്രീ ഷാനിമോൾ ഉസ്മാൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വിവിധങ്ങളായ സംവിധാനങ്ങൾ നമുക്കുണ്ട്, പക്ഷേ അതൊന്നും പ്രയോഗത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത അവസ്ഥയുണ്ട്. പോലീസാണെങ്കിൽ നമ്മൾ ഏത് ലൈംഗിക അതിക്രമ കേസെടുത്താലും കൂട്ടബലാത്സംഗ കേസെടുത്താലും കേസ് അന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ അത് അട്ടിമറിക്കാനുള്ളൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാഴ്ച പല കുറി നമ്മൾ കാണുകയും ചെയ്യുന്നു. ഇതിലൊരു മാറ്റം വരുത്താൻ ഏത് സർക്കാർ ഭരിച്ചാലും സാധിക്കില്ല എന്നൊരവസ്ഥയാണോ കേരളത്തിൽ? നമ്മൾ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയ കക്ഷി അടിസ്ഥാനത്തിലല്ല നമ്മൾ വിശദീകരിക്കേണ്ടത്. കാരണം ഇത് തുടർച്ചയായിട്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വളരെ 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 ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത്തരം സാഹചര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെട്ട് നീതി ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ വേണ്ടത്ര ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിമർശനത്തോട് ഞാൻ യോജിക്കുകയാണ്. അത് പോലീസാണെങ്കിലും മറ്റ് സംവിധാനം, ഇപ്പോൾ CWC ആണെങ്കിലും വനിതാ കമ്മീഷൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് പറഞ്ഞതിനോട് ഒരു പരിഹാസ്യത തോന്നുകയാണ്. കാരണം എത്രയോ വർഷമായി അവർ ഈ കമ്മീഷനിൽ ഇരിക്കുന്നു. ഇന്ന് നമുക്ക് സംവിധാനങ്ങളില്ല എന്ന് നൂർബിന പറയുന്നതിനോട് വിയോജിക്കുകയാണ്. ഇന്ന് ഏതെല്ലാം ഇതിൽ സഡനായിട്ട് നമ്മുടെ ചാനലുകളിലൂടെ അറിയാം, അതുപോലെ നമുക്ക് മൊബൈൽ ഫോൺ സൗകര്യങ്ങളുണ്ട്. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ വനിതാ കമ്മീഷന് ആ സ്ഥലത്ത് എത്തിച്ചേരാൻ, ഞങ്ങൾ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ ഞാനും ഒരു പൊതുപ്രവർത്തകയാണ്. ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ തൽക്ഷണം ആ പ്രദേശത്തുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് അന്വേഷിക്കുകയും ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവിടെ പോയി ആ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇടപെടുകയും ചെയ്യും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അത്തരത്തിൽ ഇടപെടേണ്ടതാണ് വനിതാ കമ്മീഷൻ. ഏറ്റവും നല്ല ഉദാഹരണം വനിതാ കമ്മീഷൻ. പക്ഷേ വനിതാ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ കാണുന്നില്ല. അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ വളരെ വൈകിയാണ് കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെ വൈകി അറിയാനുള്ളവരാണോ വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ? പ്രത്യേകിച്ചും അതിനകത്തിരിക്കുന്ന വളരെ പ്രാഗൽഭ്യമുള്ള വനിതകൾ ഈ വളരെ വൈകി മാത്രം അറിയാനിരിക്കുന്നവരാണോ? അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ കഴിയണ്ടേ? അപ്പോൾ വനിതാ കമ്മീഷനെ പോലെയുള്ള വളരെ പ്രതീക്ഷയോടെ കേരളത്തിലെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിയോഗിക്കപ്പെട്ട വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വിധത്തിലാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ കേരളത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ പ്രതികളെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ആ കോടതിയാണ് അപലപിക്കുന്നത്. കോടതി എന്തുകൊണ്ട്, നമ്മുടെ കോടതികൾക്ക് എന്ത് പറ്റുന്നു? കോടതികൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ആ വ്യക്തികളെക്കുറിച്ച്, പ്രതികളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ ശിക്ഷിക്കുന്നതിനാവശ്യമുള്ള നടപടികളിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല?
അപ്പോൾ കോടതിക്ക് ഇതിനകത്ത് ഇതുണ്ട്. നമ്മൾ ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഭരണ സംവിധാനത്തിനകത്തുള്ള പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം, ഇടപെടണം. ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം, ഗവൺമെൻറ് ശ്രദ്ധിക്കണം. പക്ഷേ ഈ പ്രതികളെ പിടികൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് വളരെ പെട്ടെന്ന് വളരെ താല്പര്യപൂർവ്വം ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. പക്ഷെ പ്രതികളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താ കാണുന്നത്? ഇഴഞ്ഞഴഞ്ഞ് കാര്യങ്ങൾ പോകുന്നതാണ്. വളരെ ദീർഘകാലമാണ് എടുക്കുന്ന ഒരു നടപടിയിലേക്ക് വരാനായിട്ട്. ശിക്ഷയാകട്ടെ വളരെ അപര്യാപ്തമാണ്. ഞാൻ പറഞ്ഞ കേരളത്തിലെ ഇത്തരം സംഭവങ്ങൾക്ക് നൽകുന്ന ശിക്ഷ, കടുത്ത ശിക്ഷ പ്രതികൾക്ക് കൊടുക്കാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്തരം കേസുകൾ തീർപ്പ് കൽപ്പിച്ച് പ്രതികളെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ കോടതിയിലിരിക്കുന്ന വിധികർത്താക്കൾ കേരളത്തെ സംബന്ധിച്ച് കുറേ കൂടി ശക്തമായ നിലപാട് കോടതിക്ക് എടുക്കാൻ കഴിയണമെന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ തന്നെ ഞാൻ പറയുന്നത്. MC ജോസഫൈൻ, കോടതിക്ക് മുന്നിൽ പരിഗണനയിലിരിക്കുന്ന കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്തരം സംവിധാനങ്ങളിലേക്ക് ഇതിന് അന്വേഷണം വൃത്തിയായി നടന്ന് കേസ് പോയാൽ പോലും തീരുമാനമെടുക്കാൻ കുറഞ്ഞത് 10 കൊല്ലം എടുക്കും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. വളരെ അപൂർവം കേസുകളിൽ മാത്രമാണ് വളരെ പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കി വിധി വരുന്നത്. അതിലുണ്ടാകുന്ന കാലതാമസം, അത് പരിഹരിക്കാനുള്ള നടപടികളെക്കുറിച്ച് സർക്കാർ കൂടി ആലോചിക്കേണ്ടത്. ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കും എന്ന് കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 2013 ഒരു കോടതിയും ഉണ്ടായിട്ടില്ല. കേരളത്തിലാണെങ്കിൽ ഇത്തരം കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും. ശരിയാണ്. വളരെ ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പര്യവസാനത്തിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടോ, എന്താണ് ആ കാര്യത്തിൽ നമുക്ക് കൈക്കൊള്ളാൻ കഴിയുന്ന സമീപനം, ഇതേക്കുറിച്ചൊക്കെ സർക്കാരും കൂലങ്കഷമായിട്ട് ആലോചിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയേറെ ആശങ്ക ഉളവാക്കുന്ന, വളരെ ഭയമുണ്ടാക്കുന്ന ഒരവസ്ഥയാണെന്ന് കേരളത്തിൽ ഉണ്ടായില്ല. അതിപ്പോൾ ഒരു ഗവൺമെൻറ് വന്നു എന്നുള്ളത് കൊണ്ടല്ല, എന്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിത്തീരുന്നു. വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, വനിതാ കമ്മീഷൻ ആക്ട് അനുസരിച്ച് തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അത് സംബന്ധിച്ചുള്ള കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാൻ വനിതാ കമ്മീഷൻ അധികാരമുണ്ട്. വാളയാറിലെ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാനും അത്തരം നടപടികളിലേക്ക് സർക്കാരിനെ ചലിപ്പിക്കാനും, സർക്കാർ ഒരുപക്ഷെ അതിനു മുൻപേ നടപടി എടുത്തേക്കാം, ഇപ്പോൾ തന്നെ വൈകിയെങ്കിലും, അതിലേക്കൊക്കെ വനിതാ കമ്മീഷൻ ശ്രദ്ധിക്കുമോ? തീർച്ചയായും. ആദ്യം ഇതിന് ഉത്തരം പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് എൻ്റെ സുഹൃത്ത് ഷാനിമോൾ ഉസ്മാനോടൊരു കാര്യം പറയാനുള്ളത്. വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ ഷാനിമോൾ ഉസ്മാൻ, ഷാനിമോൾ അറിയുന്നില്ല കൊട്ടിയൂർ സംഭവത്തിൽ നമ്മുടെ ചെയർപേഴ്സൺ അവരെ പോയി കണ്ടതും അവരുമായി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരോടുമായി സംവദിച്ചതും ഷാനിമോൾ അറിയുന്നില്ല. എല്ലാ പരിപാടിയും ഷാനിമോൾ അറിയിച്ച് പോകണമെന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ ഈ പബ്ലിസിറ്റി വിങ്ങിലൂടെ പബ്ലിസിറ്റി PROയുമായിട്ടല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത്. വയനാട് സംഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ഇന്നിപ്പോൾ ഞാനും ചെയർപേഴ്സണും മറ്റു മെമ്പർമാരും എല്ലാം നമ്മുടെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേൻ്റെ പരിപാടികളുമായി സെമിനാറുകളുമായി തിരുവനന്തപുരത്താണ് ഉള്ളത്. നമുക്ക് അവിടെ എത്തിച്ചേരുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അവരെ സന്ദർശിക്കുന്നതാണ്, യത്തീംഖാനയിലെ കുട്ടികളെ സന്ദർശിക്കുന്നതാണ്. കൊട്ടിയൂരിൽ സന്ദർശനം നടത്തിയത് ഷാനിമോൾ അറിയില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം വേദികളിൽ അഭിപ്രായങ്ങൾ പറയാൻ. രോദനമായി ഞാൻ കേട്ടു. പക്ഷെ ഈ കഴിഞ്ഞ 4 വർഷം ഈ വനിതാ കമ്മീഷനെ ശക്തിപ്പെടുത്തുന്നതിന് ഈ രോദനം ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. വാളയാറിന് ഇനി ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. വാളയാർ സംഭവത്തിൽ ഞങ്ങളത് റിപ്പോർട്ട് കോൺഫർ ചെയ്തിട്ടുണ്ട്. അതിൽ അന്വേഷണം ഞങ്ങൾ കമ്മീഷൻ നടത്തി കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതാണ്. കേരള വനിതാ കമ്മീഷൻ കേരള സർക്കാരിന് നൽകിയ റെക്കമെൻഡേഷൻസിന്റെ റിപ്പോർട്ടുകൾ എല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ആക്ട് പ്രകാരം ഇത്തരം റിപ്പോർട്ടുകൾ നിയമസഭയിൽ തന്നെ വെക്കണമെന്നാണ് ചട്ടം അനുശാസിക്കുന്നത്. പക്ഷെ എത്ര ഞങ്ങളുടെ റെക്കമെൻഡേഷൻസ് കേരള നിയമസഭ കണ്ടിട്ടുണ്ട്? നമ്മളെന്ത് ഈ സ്ത്രീ സംഘടനകളൊക്കെ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇത്തരം സംവിധാനങ്ങൾ, വനിതാ കമ്മീഷൻ പോലെയുള്ള സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ എത്ര വാക്ക് സംസാരിച്ചു? വെറുതെ കുറെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത് ഓരോ ദിവസവും മീഡിയ കോൺഫറൻസ് നടത്തി പൊതുസമൂഹത്തെ അറിയിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ പരിശോധിച്ചാൽ മനസ്സിലാവും.
വാളയാറിന്റെ സംഗതിയിലാണെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ പീഡന കേസുകളിലും അതാത് സമയങ്ങളിൽ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടുകളും റെക്കമെൻഡേഷൻസും കാലാകാലങ്ങളിലുള്ള സർക്കാരുകൾക്ക് അയക്കുന്നുണ്ട്. പക്ഷെ വെറുതെ എന്തെങ്കിലും കയറി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒറ്റക്കെട്ട ഇവിടെ ഇപ്പൊ സബ്ജക്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. എല്ലാവരും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വനിതാ സംഘടനകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരം കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഇതാണ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദയവായി അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല. നമുക്ക് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട്, കമ്മീഷനുകൾ പലതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പട്ടികജാതി കമ്മീഷൻ വാളയാറിൽ ഉണ്ടായത് വാളയാറിൽ മരിച്ച കുട്ടിയുടേത് ഒരു പട്ടികജാതി കുടുംബമാണ്. അവിടെ ഒരു അസ്വാഭാവിക മരണം ഉണ്ടായിട്ട് ആ കമ്മീഷൻ ഇതേവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ 51 ദിവസത്തിനിടെ ഏതെങ്കിലും ഒരു സമയത്ത് പട്ടികജാതി കമ്മീഷൻ അവിടെ പോയി ഈ അന്വേഷണം ഏത് നിരക്ക് നടക്കുന്നു എന്ന് ഒന്ന് വിലയിരുത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതുണ്ടായില്ല. പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതുണ്ടായില്ല. പോലീസിനെതിരെ ഈ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലും കേസെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സംവിധാനങ്ങളൊക്കെ എന്തിന് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് അത് ഉന്നയിച്ചത്. തീർച്ചയായും ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ഞങ്ങൾ റെക്കമെൻഡേഷൻ സർക്കാരിലേക്ക് കൊടുക്കുന്നതാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകുന്നതാണ്. എല്ലാത്തിനും തീരുമാനമെടുക്കേണ്ടത്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ കെ വേണുഗോപാൽ, ഇവിടെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിനകം നടപടിയെടുക്കേണ്ടതല്ലേ പോലീസ്? പ്രത്യേകിച്ച് ഇന്ന് റേഞ്ച് IG ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ലൈംഗിക പീഡനം സംബന്ധിച്ച സൂചനയുണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങളോട് പറയുകയും കൂടി ചെയ്തു. അതൊക്കെ ഉണ്ടായിട്ടും നടപടിയെടുക്കാതിരിക്കുന്ന സംവിധാനം, അത് എന്ത് സന്ദേശമാണ് ഇത്തരം കേസുകളിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകുന്നത്, ഇത്തരം അക്രമികൾക്ക് നൽകുന്നത്? ഒരു ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടാകാൻ പാടില്ല, ഡിലേ വരാൻ പാടില്ല. കാരണം ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഡിലേ വരാൻ പാടില്ല, ഇൻവെസ്റ്റിഗേഷൻ ഡിലേ വരാൻ പാടില്ല, കേസ് ചാർജ് ഷീറ്റ് ചെയ്യുന്നതിന്, ചാർജ് ഹാജരാക്കുന്നതിന് ഡിലേ വരാൻ പാടില്ല. കറക്റ്റായിട്ട് എവിഡൻസുകൾ കളക്ട് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയെങ്കിൽ മാത്രമേ കടുത്ത ശിക്ഷ കോടതിക്ക് കൊടുക്കാൻ ഒക്കുകയുള്ളൂ. എവിഡൻസ് ഇല്ലാതെ കോടതിക്ക് ശിക്ഷിക്കാൻ ഒക്കില്ല. ഇവിടെ പറയുണ്ടായി ശിക്ഷ വളരെ പല കേസുകൾക്കും ശിക്ഷ കൊടുക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. ശിക്ഷ ഒരു കേസിൽ പ്രതിയെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ എവിഡൻസ് ഉണ്ടായിരിക്കണം. ആ എവിഡൻസ് കളക്ട് ചെയ്യേണ്ടത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. അവർ അത് കളക്ട് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. മറ്റ് കേസുകൾ പോലല്ല ഒരു പീഡന കേസ് എന്ന് പറയുന്നത്. അതിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് ഏത് സമയത്തും ലഭ്യമല്ല. അതിന് പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറഞ്ഞാൽ തത്സമയം ധരിച്ചിരുന്ന വസ്ത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എവിഡൻസ്. അത് ഒരുപക്ഷെ കഴുകി തേച്ച് 2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും കേസ് റിപ്പോർട്ടാകുന്നത്. അത് ആ സയൻറ്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷിച്ചിരിക്കും. അത് വേണ്ട രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കഴിയും. ബാക്കി അല്ലാതെ ഐ വിറ്റ്നസിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ്, മെറ്റീരിയൽ എവിഡൻസ്, സയൻറ്റിഫിക് എവിഡൻസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ കേസ് റിപ്പോർട്ടാകുന്നതിൽ ഡിലേ വരാൻ പാടില്ല. സാമൂഹിക വ്യവസ്ഥിതി, സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട് എങ്ങനെയായിരുന്നെന്ന് പറഞ്ഞാലും ശരി, അത് ആ കേസിന് ഒരു പാളിച്ചയായിട്ട് വരും കേസ് റിപ്പോർട്ട് ചെയ്യാൻ താമസിച്ചാൽ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഡിലേ വരാതെ റിപ്പോർട്ട് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ വളരെ സ്പീഡിയായിട്ട് നടത്തുക, ചാർജ് ഷീറ്റ് വളരെ സ്പീഡിയായിട്ട് ഫയൽ ചെയ്യുക. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ട്രയൽ ആ പ്രതി സംഭവം നടന്നാലേ കേസ് റിപ്പോർട്ട് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കേസിലും. ആ പ്രതി കസ്റ്റഡിയിലുള്ളപ്പോൾ തന്നെ കേസിൻ്റെ ട്രയൽ നടത്തുകയും ശിക്ഷ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ കേസുകൾ, ഇതുപോലുള്ള സംഭവങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും, കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്, ഞാൻ മടങ്ങിയെത്താം, മറ്റ് അതിഥികളിലേക്ക് കൂടി മടങ്ങിയെത്താം. വയനാട്ടിൽ പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ നടന്നതെന്ത്, അത് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. MC ജോസഫൈൻ, വയനാട്ടിൽ അനാഥാലയത്തിലെ പെൺകുട്ടികളെ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയാക്കിയത് അതിന് സമീപത്തെ കടയുടമയും ആ കടയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെയാണ്. ഈ പെൺകുട്ടികളെ മിഠായി കൊടുത്തും മറ്റും വശീകരിച്ച് ലൈംഗിക അതിക്രമത്തിന് ഉപയോഗിച്ചു എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അങ്ങനെയാണ് പെൺകുട്ടികളുടെ മൊഴിയും. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, ഇത്തരം ആളുകൾ തങ്ങളെ സമീപിക്കുമ്പോൾ ഏത് വിധത്തിൽ അവരോട് പ്രതികരിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഹൈസ്കൂൾ തലത്തിൽ ഉള്ള കുട്ടികൾക്ക് പോലും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് അറിയില്ല. അത് എത്രത്തോളം ഗൗരവമുള്ളൊരു സാഹചര്യമാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ശ്രമങ്ങളൊക്കെ നടത്തുന്ന സമൂഹമാണ്. രാജേഷ് ഒക്കെ പറയുന്നത് ശരിയാണ്.
നമ്മൾ ഒരുപാട് ബോധവൽക്കരണം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകൾക്കിടയിലുള്ള ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള മഹിളാ സംഘടനകൾ ഒരു പരിധി വരെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ പരിമിതമായിട്ടുള്ള ഒരു വിഭാഗത്തിലേക്ക് മാത്രമേ അത് എത്തുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികളെ കോളേജ് ക്യാമ്പസുകളിൽ സ്കൂൾ ക്യാമ്പസിനകത്താണെങ്കിലും അതുപോലെ വീടുകൾക്കകത്താണെങ്കിലും സ്ത്രീകളെ ജാഗ്രതപ്പെടുത്തുന്ന സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയണം. അതിന് ഏത് സംവിധാനം ഉപയോഗിക്കണം നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കേവലം ചില സംഘടനകൾ കുറേ സ്ത്രീകളെ വിളിച്ചിരുത്തി ബോധവൽക്കരണം നടത്തുകൊണ്ട് മാത്രമായില്ല. അതിന് സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തെ പതിയിരിക്കുന്ന അപകടങ്ങൾ എന്താണ്, അത് വളർന്നു വരുന്ന പെൺകുട്ടികളെ നമുക്ക് എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും. പെൺകുട്ടികളെ മാത്രമല്ല, സ്ത്രീകളും ആക്രമിക്കപ്പെടുകയാണ്, പ്രായപൂർത്തിയായ സ്ത്രീകളും ആക്രമിക്കപ്പെടുകയാണ്, തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, എവിടെയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ അപകടത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും, വ്യക്തിപരമായി അവർക്ക് എങ്ങനെ ചെറുക്കാൻ കഴിയും, സമൂഹത്തിന് ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും, ഇതെല്ലാം നമ്മൾ വളരെ ശക്തമായി തന്നെ ഇടപെട്ട് പരിശോധിക്കേണ്ടതും വ്യാപകമായി നല്ല ബോധവൽക്കരണം എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ആ ബോധവൽക്കരണത്തിന് ഇന്നത്തെ പരിമിതികളെ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് മുഴുവൻ നമ്മുടെ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഇത്തരം ബോധവൽക്കരണം ആവശ്യം, നമ്മുടെ സമൂഹത്തിനാകെ ഈ ഒരു ഇത്തരം ജാഗ്രതപ്പെടുത്തലുകൾ, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ, ഇതുണ്ടാക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതേ സംബന്ധിച്ചെല്ലാം സമൂഹത്തെ ആകെ ബോധ്യപ്പെടുത്താൻ, അവരെ പഠിപ്പിക്കാൻ നമ്മൾ പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കതിൽ തോന്നുന്നത്. MC ജോസഫൻ, നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. സർക്കാർ സംവിധാനങ്ങൾ എടുത്താൽ നടക്കുന്നുണ്ട്. MC ജോസഫൻ, നമ്മൾ സർക്കാർ പ്രഖ്യാപനങ്ങൾ എടുത്താൽ ഇപ്പോൾ ഈ ബജറ്റിലുമുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. പ്രതിരോധ വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രതിരോധിക്കാനുള്ള പരിശീലനം നൽകുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുമൊക്കെ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ വനിതാ കമ്മീഷൻ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇവ വഴിയൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ, വേണ്ട ആളുകളിലേക്ക് എത്തുന്നുണ്ടോ, ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ ഒട്ടും മുന്നേറിയിട്ടില്ല എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവല്ലേ വയനാട്ടിലെ ഈ കുട്ടികളുടെ അനുഭവം? അതെ 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 തീർച്ചയായിട്ടും അതെ. അപ്പം അതിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ മെത്തേഡ്, പുതിയ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അതെന്താണെന്ന് എനിക്കിപ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. മറിച്ച് ഇന്നുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ സമൂഹത്തെ ആകെ, ഇതൊരു സ്ത്രീ സമൂഹത്തിന് മാത്രം പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് മുഴുവൻ സമൂഹത്തിൻ്റെയും ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ട് നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് കേരളം, ഇത്രയും വിദ്യാസമ്പന്നമായ, രാഷ്ട്രീയ പ്രബുദ്ധമായ, ഇത്രയും ഉന്നത ജീവിത നിലവാരം വെച്ച് പുലർത്തുന്ന കേരളീയ സമൂഹത്തിൽ പോലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? ചാനൽ ചർച്ചകൾ ഞാൻ ചോദിക്കാറുണ്ട്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് നമ്മളുടെ ഈ ക്രിമിനൽ, നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ മാനസിക വ്യാപാരങ്ങളിൽ എങ്ങനെയാണ് ഈ ക്രിമിനൽ സ്വഭാവം കടന്നുകൂടുന്നത്? എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? ഇതെല്ലാം വളരെ ശാസ്ത്രീയമായി പഠിക്കുകയും സമാന്തരമായി തന്നെ ഇതിൻ്റെ ഭവിഷ്യത്തുകളെ നമുക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും കഴിയണം. ഇന്നുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. വനിതാ കമ്മീഷനൊക്കെ ഈ പറയുന്നത് പോലെ അവർ ആരെങ്കിലും പറയുമ്പോൾ മാത്രം അന്വേഷിക്കാനുള്ള ആളുകളല്ല, അവർക്ക് പരിമിതികൾ അവരനുഭവിക്കുന്നുള്ള അത് സമൂഹത്തോട്. കാരണം ഇത് സ്ത്രീകൾക്ക് വിധേയമായിട്ടുള്ളൊരു സംവിധാനം വനിതാ കമ്മീഷൻ. ആ വനിതാ കമ്മീഷന് മുന്നേറാനായിട്ട് കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നില്ല? ഞങ്ങളുടേതുള്ള മഹിളാ സംഘടന, ഇന്ന് നിരവധി മഹിളാ സംഘടനകളുണ്ട്, എന്തുകൊണ്ട് ഞങ്ങളോട് സംവദിക്കുന്നില്ല? ഇങ്ങനെയാണ് കാര്യങ്ങൾ. വനിതാ കമ്മീഷന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വനിതാ കമ്മീഷൻ ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നു, നിയമസഭയിൽ വരുന്നില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഇത് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വനിതാ കമ്മീഷൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയണമല്ലോ. കാരണം ഇത് സമൂഹത്തിന് വിധേയമായിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിന് വിധേയമായിട്ടുള്ളൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് തലപ്പത്തിരിക്കുന്നവർ അതിൻ്റെ അപര്യാപ്തതയെ ഉറക്കെ പറയേണ്ടതാണെങ്കിൽ ഉറക്കെ പറയണമെന്ന്, അല്ലാതെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് മാത്രമായോ? അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ കൈകാര്യം ചെയ്തതിൽ വരുന്ന വീഴ്ചകൾ നമ്മൾ പരിശോധിക്കണം, ഇതിൻ്റെ പരിമിതികളെ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെ മറികടക്കാനായിട്ടുള്ള ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് കൂട്ടായിട്ട് നമുക്ക് ആലോചിക്കണം. ഗവൺമെൻറ് അതിൽ മുൻകൈ എടുക്കണം.
റൈറ്റ് അത് തന്നെയാണ് നമുക്ക് പറയാൻ. റൈറ്റ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഗവൺമെൻറ് സംവിധാനങ്ങൾ, അതിന് കീഴിലുള്ള മറ്റ് സംവിധാനങ്ങൾ, ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ MC ജോസഫൈൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹിളാ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് സംഘടനകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തന്നെയും എത്രത്തോളം ഗൗരവത്തോടുകൂടി ഇത്തരം സംഭവങ്ങളെ കാണുന്നുണ്ട് എന്നതൊരു വലിയ ചോദ്യമല്ലേ? ഇത്തരം വാർത്തകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. രാജീവ്, ആദ്യം തന്നെ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ അംഗം വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ വിനയപൂർവ്വം ആ ഒരു സജഷൻ ഞാൻ സ്വീകരിക്കുകയാണ്. കാരണം ഷാനിമോൾ അറിയണമെന്നില്ല വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ, സത്യമാണ്. കാരണം ഞാനൊരു സാധാരണ പൊതുപ്രവർത്തക മാത്രമാണ്. പക്ഷേ താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞ് അറിയാനുള്ള മാർഗം, വാളയാറിലെ വിഷയം അറിയാതെ പോയതിനുണ്ടായ സാഹചര്യം വിശദീകരിച്ചതുകൊണ്ട് പോലീസില്ല, അറിയാൻ മാർഗമില്ല, ഒരു തരത്തിലും അറിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെ എന്നുള്ളത് ബോധ്യപ്പെടുത്തിയതാണ്. താങ്കളുടെ ആ ഉപദേശം തീർച്ചയായിട്ടും ഞാൻ അത് ഉൾക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. വനിതാ കമ്മീഷനുകൾക്ക് എല്ലാ കാലത്തും ശക്തി കൊടുക്കണമെന്ന് നമ്മളൊക്കെ ആവശ്യപ്പെടാറുണ്ട്. വനിതാ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുള്ള പ്രതിബദ്ധത പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം അത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയുള്ള ആയുധമാക്കി മാറ്റുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കാലാകാലങ്ങളിൽ കഴിഞ്ഞ ഏറെക്കാലമായി പൊതുപ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്ന ഒരു സാധാരണ കുടുംബത്തിലെ സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ വനിതാ സംഘടനകളെ ഒന്ന് കെട്ടഴിച്ചു വിടാൻ അതത് രാഷ്ട്രീയ പാർട്ടികളൊന്ന് തയ്യാറാവണം. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അവരൊന്ന് ഒരുമിച്ച് നിൽക്കട്ടെ, അവരൊരുമിച്ച് നിന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കട്ടെ. അതിനകത്ത് കെട്ടുപാടുകൾക്കപ്പുറം നിന്നുകൊണ്ട് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്. എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അടക്കമുള്ള കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ സ്ത്രീകളുടെ പൊതുവായ വിഷയങ്ങളെന്ന് പറയുമ്പോൾ അതൊരു പൊതുവേദി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞേ പറ്റൂ. കാരണം ഇത് ബീഹാറിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ കേട്ട കാര്യങ്ങളാണ് ഇപ്പം നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസാണെങ്കിൽ തിരക്കഥ എഴുതുന്ന കാര്യത്തിൽ കാലാകാലങ്ങളായിട്ട് ഏറ്റവും സമർത്ഥമായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ. നടിയുമായി ബന്ധപ്പെട്ടുള്ള അക്രമങ്ങളുണ്ടായി, അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കുറേ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ കുറേ ദിവസങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ല, നിയമങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗവൽക്കരിക്കുന്നുണ്ടോ നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ ഈ വാളയാറിലെ കുട്ടികളുടെ കാര്യത്തിൽ സത്യത്തിൽ നമ്മൾ അതിനകത്ത് ആർക്ക് എന്ത് ന്യായീകരണം പറയാൻ കഴിയും? ഒരു വീട്ടിലെ 2 കുഞ്ഞുങ്ങൾ 52 ദിവസം കഴിഞ്ഞപ്പോൾ 3 അടിയുള്ള കുട്ടി പോലും ഒരിക്കലും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്ത തരത്തിൽ ആ കുട്ടി കൂടി കെട്ടിത്തൂങ്ങി, അതും സാധാരണ ദുരൂഹ മരണമാണെന്ന് ഏതെങ്കിലും ഒരു പോലീസുകാരനിരുന്ന് എഴുതി തിരക്കഥ കൊണ്ടുവന്ന് അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചോളണം, അത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വേണ്ടപ്പെട്ട സംവിധാനങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. ഇതിനകത്ത് ശക്തമായി നിലകൊള്ളാൻ, അത് ആര് എന്ന് നോക്കാതെ, മുഖം നോക്കാതെ ഇതിനകത്ത് നിലകൊള്ളുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായേ മതിയാവും. മാധ്യമങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൂടി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. മാധ്യമങ്ങൾ ഇന്നൊരു വിഷയം കിട്ടിക്കഴിയുമ്പോൾ കഴിഞ്ഞ വിഷയത്തിന്റെ ആളുകൾ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പുതിയ വിഷയം വന്നു, ഞങ്ങൾക്കിപ്പോൾ സമാധാനമായി എന്നുള്ള നിലയിൽ നിൽക്കുക. കാരണം ഒരു വിഷയം 2 ദിവസത്തേക്ക് ആഘോഷിക്കുന്നു എന്നുള്ളതിനപ്പുറമായി അതിൻ്റെ ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട്, ഒരു വിഷയത്തിന് അതിൻ്റെ ഒരു ഏത് രീതിയിൽ അത് എവിടെയെങ്കിലും എത്തിക്കൊണ്ട് ചെന്ന് എത്തിക്കണം, അതിന് റിസൾട്ട് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ മാധ്യമങ്ങളും കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. പിന്നെ ശ്രീമതി MC ജോസഫൈൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിലെ കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീപീഡന കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കോടതികൾ എന്ത് ചെയ്യുന്നു? പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കെട്ടിക്കിടക്കുന്ന കേസുകളിൽ അത് എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതികൾ ഇടപെടണം. അത് സർക്കാരിൽ വേണ്ട രീതിയിൽ അത് ഇടപെടാൻ കോടതികൾക്ക് കഴിയുമല്ലോ. കോടതികളുടെ ശക്തിയും കഴിവും ഒക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് അവസാനം നമ്മൾ ചെന്നെത്തുന്നത് എവിടെയാ? ഏതൊരു വ്യക്തിയും ഏറ്റവും അവസാനം പാവപ്പെട്ടവൻ, ഏത് ദരിദ്രനായാലും അവസാനം പറഞ്ഞത് കോടതിയിൽ കാണാമെന്ന് പറഞ്ഞാണ് കോടതിയിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അത് വെച്ച് നീട്ടി ഒന്നിൽ പ്രതിമരിക്കും, അല്ലെങ്കിൽ വാദി മരണപ്പെടും. അങ്ങനെ ആ കേസിന്റെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ തെളിവുകളെല്ലാം നശിപ്പിച്ചതിന് ശേഷം അവസാനം ഒരു വിധി വന്നിട്ട് എന്തിനാണ് ഈ രാജ്യത്ത് എന്ന് നമുക്ക് ആലോചിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ കാര്യം പറഞ്ഞാൽ പല കേസുകളിലും, സ്ത്രീപീഡന കേസുകളിൽ എണ്ണി പറയാവുന്ന
സ്ഥലപ്പേരുകളുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾ മരണമടഞ്ഞിട്ടുള്ള നാടാണിത്. ആ കേസുകളിലൊക്കെ അന്വേഷണം എവിടെ എത്തി? നമ്മൾ അതൊക്കെ വിട്ടു. കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം അതൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇതുകൊണ്ട് തീർച്ചയായും ഇതിനകത്ത് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുവാനും വനിതാ കമ്മീഷൻ അടക്കമുള്ളത് ഈ പറഞ്ഞതുപോലെ ശക്തിപ്പെടുത്തുവാൻ CWC പോലെയുള്ള സംവിധാനങ്ങളിലുമൊക്കെ നല്ല ഇടപെടലുകൾ നടത്താൻ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മൾ പരസ്പരം അഭിനന്ദിച്ച് പിരിയുക എന്നുള്ളതിനപ്പുറമായിട്ട് ക്രിയാത്മകമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. MC ജോസഫൻ, ഇവിടെ ഈ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സംബന്ധിച്ച് കൊട്ടിയൂരിലും പരാതി ഉണ്ടായിരുന്നു. അതിൽ അവർക്കെതിരെ നടപടിയെടുത്തു. ഇവിടെ പാലക്കാട്ടും ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ 51 ദിവസത്തിനിടെ ഒരു തവണ പോലും ശ്രമിച്ചില്ല. അതൊക്കെ ഗൗരവത്തിലെടുക്കണ്ടേ? ഇത്തരം കമ്മിറ്റികളുടെ പ്രവർത്തനം പരിശോധിക്കണ്ടേ? അതിനൊരു സംവിധാനം വേണ്ടേ? അതിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധ തിരിയണ്ടേ? തീർച്ചയായിട്ടും പരിശോധിക്കണം. കാരണം ഇത് ഒരു അനുഭവ പാഠമാണ്. CWC ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത ആക്ഷേപമാണ് വരുന്നത്. അതുകൊണ്ട് ആ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഇടപെടൽ വേണം. അത് ആ സംവിധാനം ഒരു പൊളിച്ചെഴുത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ്. കാരണം ഈ വിധത്തിൽ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ള ഒരു സംവിധാനം. പക്ഷെ അവർ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങളുടെ ആ മേഖലകളിലേക്ക് വളരെ വൈകി മാത്രമാണ് ചെന്നെത്തുന്നത്. എത്തുമ്പോഴാകട്ടെ ഉത്തരവാദപ്പെട്ടവർ തന്നെ കുറ്റവാളികളായിട്ട് മാറുന്നു. അതാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അത്തരം സംവിധാനങ്ങളെക്കുറിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം വേണം. പിന്നെ അതൊരു പൊളിച്ചെഴുത്തിന് തന്നെ വിധേയമാക്കണം എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, അവസാനമായി വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. വനിതാ കമ്മീഷൻ തന്നെയും ഈ കുട്ടികളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ അവർ ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ സന്ദേശങ്ങൾ എത്തിക്കാൻ അല്ലെങ്കിൽ അവരെ ജാഗരൂകരാക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? ഇപ്പം ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ മനസ്സിലാക്കാൻ ഈ ചർച്ച വിളിച്ചു ചേർത്തത് വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വനിതാ കമ്മീഷന്റെ മേലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും വനിതാ കമ്മീഷന്റെ ന്യൂനതകൾ ചർച്ച നയിച്ചപ്പോൾ തീർച്ചയായും യഥാർത്ഥത്തിൽ എവിടെയോ മാറ്റി നിർത്തപ്പെടുന്നു. ദയവായി അങ്ങനെ ധരിക്കരുത്. വനിതാ കമ്മീഷനെ കുറിച്ചോ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ അല്ല. ഞാൻ ഒരൊറ്റ കാര്യം, ഇപ്പോ നേരത്തെ ശ്രീ MC ജോസഫിനോട് ചോദിച്ച പോലെ തന്നെയാണ് ചോദിക്കുന്നത്. അതിലേക്ക് തന്നെയാണ് വരുന്നത്. MC ജോസഫിനോട് ചോദിച്ച പോലെ തന്നെയാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വയനാട്ടിലെ സംഭവം കണക്കിലെടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്നെ സംസാരിക്കാനൊന്ന് അനുവദിക്കൂ. കാരണം ചോദ്യം മാത്രം ചോദിച്ചാൽ പോരാ, കേൾക്കാനുള്ളൊരു സഹിഷ്ണുത ഉണ്ടാവണം. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കാനുള്ളൊരു സഹിഷ്ണുത ഉണ്ടാവണം. ഈ കുട്ടികൾ എന്നല്ല, കേരളത്തിലുടനീളമുള്ള കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളുടെ ബോധവൽക്കരിപ്പിക്കാനും കുട്ടികൾക്ക് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ഒരു ബാഡ് ടച്ച് ആൻഡ് റൈറ്റ് ടച്ച് മനസ്സിലാക്കണം, അങ്ങനെ പലവിധ രീതിയിലുള്ള ക്ലാസ്സുകളും വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ കലാലയ ജ്യോതി പ്രോഗ്രാമിലൂടെ 14 ജില്ലകളിലുള്ള സ്കൂളുകളിലൊക്കെ നടത്തി വരുന്നുണ്ട്. അപ്പൊ ഒന്നും മനസ്സിലാക്കാണ്ട് ഇങ്ങനെ ചോദ്യശരങ്ങൾ മാത്രം ഉന്നയിച്ചാൽ കാര്യമില്ല. അത് മനസ്സിലാക്കാതെ അല്ല ചോദിക്കുന്നത്. ദയവായി ക്ഷമിക്കുക ഞാൻ ഇടപെടുന്നതിൽ. അത് മനസ്സിലാക്കാതെ അല്ല ചോദിക്കുന്നത്. ഇത്തരം ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത് വേണ്ട രീതിയിലാകുന്നുണ്ടോ എന്ന സംശയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുട്ടികൾ മിഠായി കൊടുത്തു പോലും വശീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഹൈസ്കൂളിലെ കുട്ടികൾ എത്തിപ്പെടുന്നൊരു സാഹചര്യം, അതിനെ നമ്മൾ അഭിമുഖീകരിക്കണ്ടേ? അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന സംശയം പ്രകടിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ല, ഞങ്ങളുടെയും കൂടി കേൾക്കാനൊന്ന് ക്ഷമ കാണിക്കൂ. വെറും ചോദ്യങ്ങൾ മാത്രം ഉന്നയിക്കാനല്ല, ഞങ്ങളെയും കൂടി കേൾക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രം. താങ്കൾ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി നൽകി എന്നതേ ഉള്ളൂ. ഇതിപ്പോ കലാലയ ജ്യോതി പ്രോഗ്രാമുകൾ കേരളത്തിലുടനീളം സ്കൂൾ തലത്തിൽ 9th 10th 11th 12th തുടങ്ങിയ സ്കൂളുകളിലൊക്കെ നടത്തി വരുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പം ആക്രമിക്കപ്പെട്ടവരെ കുറിച്ച് മാത്രമാണ്. ഈ ആക്രമം എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കൂട്ടായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇത്തരം വിഷയങ്ങളിൽ ആക്രമം നടത്തിയവരെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. അവർക്ക് എങ്ങനെ നമുക്ക് കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് നാളെ ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആരും പറയുന്നില്ല. എപ്പോൾ നോക്കിയാലും സ്ത്രീകളെ ബോധവൽക്കരിക്കണം, സ്ത്രീകൾ അത് ചെയ്യണം. പക്ഷേ ഈ സമൂഹത്തിന്റെ നേർപകുതി എന്ന് പറയുന്ന ഒരു പുരുഷ വിഭാഗമുണ്ട്.
വനിതകൾക്ക് മാത്രമല്ല ഇവിടെ ഉത്തരവാദിത്തം. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വളരെ ഹ്യൂജ്, വളരെ ഭീമമായ പുരുഷ സമൂഹം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇത്തരം പ്രവർത്തികൾ മനുഷ്യരെ മൃഗതുല്യരാക്കുന്ന രീതിയിൽ നിന്നും അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള പോർണോഗ്രഫി സംവിധാനം പല നിയമങ്ങളിലൂടെ നമുക്ക് എന്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നില്ല? പല രാജ്യങ്ങളും ഇത്തരം സൈറ്റുകളൊക്കെ നിരോധിച്ചു. നമ്മളെപ്പോഴും എങ്ങനെ നമുക്ക് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇത്തരം മൃഗീയമായ ലൈംഗികമായ ചൂഷണങ്ങൾ നടത്തുന്നവർക്കെതിരെ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഇത്തരം ആളുകളെ വീണ്ടും വീണ്ടും നമ്മൾ സമൂഹത്തിൽ സൃഷ്ടിക്കാനാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് എങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ഒരു കുഞ്ഞു പോലും കേരള മണ്ണിൽ പീഡനത്തിന് ഇരയാവാൻ പാടില്ല. ഒരു അമ്മ പോലും കേരള മണ്ണിൽ പീഡനത്തിന് ഇരയാവാൻ പാടില്ല. വളരെ സധൈര്യം നാളത്തെ നമ്മുടെ UN-ന്റെ പ്രമേയം തന്നെ ബി ബോൾഡ് ഫോർ ചേഞ്ച്, മാറ്റത്തിന് വേണ്ടി സധൈര്യം മുന്നോട്ട് എന്നാണ്. എങ്ങനെ നമ്മൾ മാത്രം മുന്നോട്ട്, ഒരു സ്ത്രീ വിഭാഗം മാത്രം മാർജിനലൈസ് ചെയ്തുകൊണ്ട് അവരെ കുറെ ശാക്തീകരിച്ചുകൊണ്ട് അവർക്ക് കുറെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നമ്മൾ വെറും ചർച്ച ചെയ്ത് അങ്ങ് മുന്നോട്ട് പോവുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഈ സമൂഹത്തിന്റെ നേർപകുതി എന്ന് പറയുന്ന പുരുഷ വിഭാഗത്തെ എങ്ങനെ മൃഗതുല്യരായി മാറുന്നതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്യണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം. നമുക്ക് എന്തുകൊണ്ട് ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിശക്തമായി താഴെ തട്ടിൽ വരെ പ്രവർത്തിക്കുന്നുണ്ട്? അവർക്ക് എന്തുകൊണ്ട് ഈ പുരുഷ വിഭാഗത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇത്തരം ഹീനകൃത്യങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നില്ല? ഇന്നിപ്പം വിരൽ തുമ്പിലാണ് പോർണോഗ്രഫി. ഒരു പിഞ്ചു കുഞ്ഞിന് പോലും, ഒരു പടുകിഴവന് പോലും വിരൽ തുമ്പിൽ അമർത്തിയാൽ തൻ്റെ മൊബൈൽ ഫോണിൽ വരുന്ന പോർണോഗ്രാഫിക് ചിത്രങ്ങൾ ഒരു സൈറ്റിൽ സെക്സ് എന്ന് കൊടുത്താൽ മതി. അതിനെയൊക്കെ നിരോധിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടായി ചിന്തിച്ചുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്താനുള്ളൊരു വേദിയായിരിക്കും ഇതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്തത്. ഇത്തരം പീഡനങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാനുള്ളൊരു അവസരം കൊടുക്കരുത്. ഇന്ന് ആൾ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല, ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല, വനിതാ കമ്മീഷൻ അവിടെ സന്ദർശിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് നമ്മുടെ പ്രദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിനെ ഇത്തരം അനുവദിക്കരുത് എന്നുള്ള ചർച്ചയാണ് നമ്മൾ വേണ്ടത്. അല്ല രാജീവേ, ഒരു കാര്യം പറയാം. ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ആരുടെയും പ്രതിബദ്ധതയൊന്നും ആരും ചോദ്യം ചെയ്യാനൊന്നും അങ്ങനെയുള്ള അവസരമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങളൊന്നും ഈ നാട്ടിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി സുതാര്യമായി തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിനകത്ത് നൂർബിന റഷീദിനെ കുറിച്ചോ അല്ലെങ്കിൽ ജോസഫൈൻ, MC ജോസഫൈൻ, അങ്ങനെ നമുക്ക് ആരെക്കുറിച്ച് സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഞങ്ങൾ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഈ ക്രൈം കൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന എന്നുള്ളതിലുള്ള അധികാര സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ അംഗീകരിച്ച് മുന്നോട്ട് പോകാനും കഴിയില്ല. അങ്ങനെയുള്ള അർത്ഥത്തിലല്ല അഡ്വക്കേറ്റ് നൂർബിന റഷീദ് സംസാരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രതികരണമൊന്നും ശരിയല്ല. ഇതിപ്പോ നമ്മളൊക്കെ വന്നിരിക്കുന്ന ഇതിനകത്തുള്ള വിഷമവും സമ്മർദ്ദവും കൊണ്ട് തന്നെയാ, അല്ലാതൊന്നും കരുതണ്ട. പ്രചരണത്തിന് വേണ്ടിയാണ് എന്നുള്ള നിലയിലുള്ള ഒരു അഭിപ്രായം കൂടി പറഞ്ഞു. അതൊന്നും പറയരുത് സത്യത്തില്. റൈറ്റ് അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ് സമയപരിമിതി കൊണ്ട്. അത്തരമൊരു സൂചന നൂർബിന റഷീദിന്റെ പ്രതികരണത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, ഈ ക്രൂരത ചെയ്യുന്ന ആളുകൾ, അവരെ എന്തു ചെയ്യണം എന്നതിലേക്ക് കൂടി ചർച്ച നീങ്ങേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് നൂർബിന റഷീദ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. അതിനുവേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതിനുവേണ്ടിയാണ് പോലീസ്, അതിനുവേണ്ടിയാണ് ഭരണ സംവിധാനം, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു എന്ന പരിശോധന കൂടി ആവശ്യമായി വരും എന്നുകൂടി സൂചിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി പോളിമിക്സ് കാണാം. നമസ്കാരം.